ഇന്ത്യയിലൊട്ടാകെ ജനശ്രദ്ധ നേടിയ സംഭവങ്ങളിലൊന്നായിരുന്നു സ്യൂട്ട് കേസ് കൊലപാതക കേസ്. പയ്യന്നൂരിൽ പ്ലാനേഴ്സ് ആൻഡ് ഡിസൈനേഴ്സ് എന്ന സ്ഥാപനം നടത്തിയിരുന്ന 42 വയസ്സുകാരനായ മുരളീധരനെ നേത്ര ക്ലിനിക് നടത്തിയിരുന്ന ഡോക്ടർ ഓമന ഊട്ടിയിൽ വെച്ച് കൊന്ന് കഷ്ണങ്ങളാക്കി സ്യൂട്ട് കേസിൽ നിറച്ചു. 2001 ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ഓമനെ കണ്ടെത്താൻ ഇന്ന് വരെ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്റർപോളും അന്വേഷിച്ച് പരാജയപ്പെട്ടു. ഓമന ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? എന്തിനായിരുന്നു ഓമന ഇത്ര ക്രൂരമായ ഒരു കൊലപാതകം ചെയ്തത്? ഓമന എങ്ങനെ രക്ഷപ്പെട്ടു? ജൂലൈ 11 കാമുകനായ മുരളീധരനെ ഊട്ടിയിൽ വെച്ച് കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി സ്യൂട്ട് കേസിൽ നിറച്ച് കൊടൈക്കനാൽ വഴി കന്യാകുമാരിയിലേക്ക് കാറിൽ പോയ ഓമനയെ ഡിണ്ടിഗലിനടുത്ത് വെച്ച് തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. മലേഷ്യയിലായിരുന്ന ഓമന കൊലപാതകം നടക്കുന്നതിന് ഒരാഴ്ച മുൻപാണ് കേരളത്തിലെത്തിയത്. തിരുവനന്തപുരത്ത് നിന്ന് ടെലിഫോണിൽ മുരളീധരനെ വിളിച്ചു വരുത്തി ഇരുവരും ഒരുമിച്ച് ഊട്ടിയിലേക്ക് പോവുകയായിരുന്നു. സ്നേഹബന്ധത്തിലായിരുന്ന മുരളീധരൻ വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചെന്നായിരുന്നു ഓമനയുടെ മൊഴി. എന്നാൽ വിവാഹിതയായിരുന്ന ഓമന അതിന് വിസമ്മതിച്ചു. തുടർന്ന് മുരളീധരൻ അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചതോടെ ഓമനയുടെ ഭർത്താവ് വിവാഹമോചനം നേടി. കൊലപാതകം നടക്കുന്നതിന് 1.5 വർഷം മുമ്പ് മലേഷ്യയിലേക്ക് പോയ ഡോക്ടർ ഓമന അവിടെ പ്രാക്ടീസ് തുടങ്ങി. പിന്തുടർന്ന് മലേഷ്യയിലെത്തിയ മുരളീധരൻ വിവാഹം ചെയ്യണമെന്ന് വീണ്ടും നിർബന്ധിച്ചു. വിവാഹം ചെയ്യാമെന്ന് സമ്മതിച്ച ഓമന മുരളീധരനെ വകവരുത്തുകയെന്ന ഉദ്ദേശത്തോടെ ഇന്ത്യയിലെത്തി. പിന്നീട് ഒരുമിച്ച് ഊട്ടിയിലെത്തി സ്വകാര്യ ഹോട്ടലിലും റെയിൽവേ റിട്ടയറിംഗ് റൂമിലും താമസിച്ചു. അവിടെ വെച്ച് മുരളീധരന് വിഷം നൽകി. ശേഷം രക്തം കട്ടപിടിക്കാനുള്ള മരുന്ന് കുത്തിവെച്ചു. മരിച്ചുവെന്നുറപ്പാക്കിയ ശേഷം മൃതദേഹം കഷ്ണങ്ങളാക്കി 3 സ്യൂട്ട് കേസുകളിൽ നിറയ്ക്കുകയായിരുന്നു. ഓമനയെല്ലാം ആസൂത്രണം ചെയ്താണ് ഊട്ടിയിലെത്തിയത്. പല പ്രമുഖ ഹോട്ടലുകളിലും മുറിയന്വേഷിച്ചുവെങ്കിലും തൃപ്തിയാകാതെ മടങ്ങി. ഉച്ചയോടെയാണ് റെയിൽവേ റിട്ടയറിംഗ് റൂമിലെത്തിയത്. അവിടെ വെച്ചായിരുന്നു കൊലപാതകം. കട്ടിലിലുണ്ടായിരുന്ന കിടക്ക ഓമന നീക്കം ചെയ്തു. കട്ടിലിലെ പായയിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചു. ഈ ഷീറ്റിൽ കിടത്തിയാണ് മുരളീധരനെ വെട്ടിനുറുക്കിയത്. രക്തവും മാംസവും തെറിക്കാതെ ശരീരത്തിലെ ചർമ്മം മുഴുവൻ നീക്കം ചെയ്തു. സന്ധികളിൽ മുറിച്ച് എല്ലുകൾ വേർപെടുത്തി. മാംസവും എല്ലുകളും പ്രത്യേകമാക്കി 25 പ്ലാസ്റ്റിക് കവറുകളിലാക്കി സൂക്ഷിച്ചു. ആന്തരികാവയവങ്ങൾ കൊത്തിനുറുക്കി ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്തു. തുടർന്നാണ് ശരീരഭാഗങ്ങൾ ബാഗുകളിലും സ്യൂട്ട് കേസിലുമാക്കിയത്. മൃതദേഹം മുറിക്കാൻ കുറഞ്ഞത് 3 മണിക്കൂർ ഓമന എടുത്തിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. മെഡിസിൻ പഠന കാലയളവിൽ ഓപ്പറേഷൻ കത്തി ഉപയോഗിച്ച പരിചയമാണ് ഓമനയെ മുരളീധരന്റെ മൃതദേഹം മുറിച്ച് കഷ്ണങ്ങളാക്കാൻ സഹായിച്ചത്. ഇതിനുശേഷം മുറി വൃത്തിയാക്കി കിടക്ക വിരിച്ച് മുറിവാടക നൽകി. ബാഗുകൾ ഒറ്റയ്ക്ക് തന്നെ ചുമന്നാണ് ഓമന റിട്ടയറിംഗ് റൂമിൽ നിന്ന് കാറിലെത്തിച്ചത്. സ്യൂട്ട് കേസും ബാഗുകളും കാറിന്റെ ഡിക്കിയിൽ സൂക്ഷിച്ചു. ഊട്ടിയിലെ തണുത്ത കാലാവസ്ഥയെ തുടർന്ന് മൃതദേഹം അഴുകാതിരുന്നതിനാലാണ് റിട്ടയറിംഗ് റൂമിൽ ദുർഗന്ധമുണ്ടാകാഞ്ഞത്. അതിനുശേഷം ഒരു റിസോർട്ടിൽ മുറിയെടുത്തു. ബന്ധുക്കൾക്കെന്ന പേരിലാണ് 4 മുറികൾ ബുക്ക് ചെയ്തത്. മൃതദേഹം ഇവിടെ ഉപേക്ഷിക്കാനും ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ആ ശ്രമം ഉപേക്ഷിച്ച് ഊട്ടിയിൽ നിന്നും ടാക്സി പിടിച്ച് സ്യൂട്ട് കേസുകളുമായി കൊടൈക്കനാലിലെത്തി. മൃതദേഹം ഊട്ടിയിൽ ഉപേക്ഷിക്കാനാണ് പദ്ധതി ഇട്ടതെങ്കിലും വിനോദസഞ്ചാരികൾ കൂടുതലുള്ളതിനാൽ അവിടെ കഴിഞ്ഞില്ല. പിന്നീട് ടാക്സിയിൽ കൊടൈക്കനാലിലേക്ക് പോയി. അവിടെയും വിനോദസഞ്ചാരികളുടെ ഒഴുക്കായിരുന്നു. ആദ്യം മുരുകൻ എന്ന ഡ്രൈവറുടെ കാറിലാണ് ഓമന കൊടൈക്കനാലിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പോകാൻ തുടങ്ങിയത്. എന്നാൽ ടയർ പഞ്ചറായപ്പോൾ മുരുകൻ രാജ എന്ന ഡ്രൈവറുടെ കാർ ഏർപ്പാടാക്കി നൽകി. കാറിൽ ലഗേജ് കയറ്റാൻ തുടങ്ങിയപ്പോൾ ഓമന തടഞ്ഞു. അവർ തന്നെയാണ് എല്ലാം എടുത്ത് കയറ്റിയത്. ഓടി തുടങ്ങിയപ്പോഴേ വണ്ടിയിൽ ചെറിയ ദുർഗന്ധമുണ്ടായിരുന്നു. പുറത്തുനിന്നുള്ള ഗന്ധമാണെന്നാണ് ഡ്രൈവർ ആദ്യം കരുതിയത്. ദുർഗന്ധം രൂക്ഷമായപ്പോൾ ഡ്രൈവർക്ക് സംശയം തുടങ്ങി. കൊടൈക്കനാൽ വിട്ട് 3 കിലോമീറ്റർ ആകുമ്പോഴേക്കും 2-3 തവണ വണ്ടി ഓഫായി. പെട്രോൾ പമ്പിന് അടുത്തെത്തിയപ്പോഴാണ് രണ്ടാമത് ഓഫായത്.
വേറൊരു ടാക്സി പിടിച്ചു തരാമെന്ന് ഓമനയോട് പറഞ്ഞ് രാജ പെട്രോൾ പമ്പിൽ പോയി പോലീസിന് ഫോൺ ചെയ്തു. സംശയം തോന്നിയ ഓമന ലഗേജ് പുറത്തിറക്കി വെച്ച ശേഷം ഓടി രക്ഷപ്പെടുകയായിരുന്നു. രാജ കൊടൈക്കനാലിലെ ടാക്സി സ്റ്റാൻഡിലേക്കും ഫോൺ ചെയ്ത് വിവരം അറിയിച്ചു. അവരും പാഞ്ഞെത്തി. 3 വഴിക്കായി മറ്റു ഡ്രൈവർമാർ തിരച്ചിൽ ആരംഭിച്ചു. 2 കിലോമീറ്ററിനപ്പുറം ഒരു മ്യൂസിയത്തിനടുത്ത് വെച്ചാണ് ഓമനയെ കണ്ടെത്തിയത്. പിടികൂടിയ ഡ്രൈവർമാരോട് ഓമന തർക്കിച്ചു. അതിനിടയിൽ പോലീസ് എത്തി. ഓടിക്കൂടിയ നാട്ടുകാരോട് ഓമന പറഞ്ഞത് താൻ കീഴടങ്ങാൻ തയ്യാറായി തന്നെയാണ് യാത്ര തുടങ്ങിയതെന്നാണ്. ശേഷമാണ് അവർ ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്യാനുള്ള കാരണത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. ആർക്കിടെക്ട് ആയിരുന്ന മുരളീധരൻ കുടുംബ സുഹൃത്തായിരുന്നു എന്നാണ് ഓമന പറയുന്നത്. മുരളീധരൻ തന്നെ ലൈംഗികപരമായി കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. പലതവണ ബലാത്സംഗ ശ്രമമുണ്ടായി. എതിർത്തതോടെ അപവാദം പറഞ്ഞു വരുത്തി. ഭർത്താവിൽ നിന്ന് തന്നെ അകറ്റിയ കാമുകനിൽ നിന്ന് രക്ഷപ്പെടാൻ മലേഷ്യയിലേക്ക് പോയി. അവിടെയും മുരളീധരൻ പിന്തുടർന്നു. ഓമന ജോലി ചെയ്യുന്ന ആശുപത്രിയിലെത്തിയ മുരളീധരൻ അവർ മനോരോഗിയാണെന്ന് അധികൃതരെ അറിയിച്ചു. തുടർന്ന് ഓമനയെ അവർ പിരിച്ചുവിട്ടു. ഇതോടെയാണ് കൊലപാതകം നടത്താൻ തീരുമാനിച്ചത്. എന്നാൽ ഓമന പറയുന്നതെല്ലാം പച്ച കള്ളമാണെന്നും ഇവരെ അടുത്തറിയാവുന്നവർ പറയുന്നു. കുടുംബവുമായി സ്വരച്ചേർച്ച ഇല്ലാതായപ്പോൾ ഓമന സ്വന്തമായി വീട് വെക്കാൻ തീരുമാനിച്ചു. അതിന്റെ നിർമ്മാണ ചുമതല മുരളീധരന് നൽകി. വീട് നിർമ്മാണത്തിനിടെ ഇരുവരും അടുത്തതോടെ ഭർത്താവ് ഓമനയുമായി അകന്നു. കുടുംബബന്ധം തകർന്നതോടെ മാനസിക നില ആകെ തകർന്നു. മുരളീധരൻ താൻ പറയുന്നത് കേൾക്കുന്നില്ലെന്ന് മനസ്സിലായതോടെ പലപ്പോഴും മുരളീധരന്റെ വീട്ടിലെത്തി ഭാര്യയുടെ മുന്നിൽ വെച്ച് ബഹളം വെച്ചു. ഇതിനിടയിൽ ഇവർ തമ്മിൽ കേസുമുണ്ടായി. തന്റെ ഓഫീസിന്റെ താക്കോലും പണവും നഷ്ടപ്പെട്ടതായി ഓമന പരാതി നൽകി. കോടതി മുരളീധരനെ സെർച്ച് വാറന്റ് പുറപ്പെടുവിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. മദ്രാസ് സെൻട്രൽ ജയിലിലെ വനിതകൾക്കുള്ള സെല്ലിലാണ് ഓമനയെ പാർപ്പിച്ചിരുന്നത്. കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും ആൾജാമ്യം ഇല്ലാത്തതിനാൽ പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. ബന്ധുക്കൾ ആരും ഓമനയെ സഹായിക്കാൻ തയ്യാറായിരുന്നില്ല. ബന്ധുക്കളോടുള്ള നീരസം ഒരു സുഹൃത്തിനയച്ച കത്തിലും ഓമന വ്യക്തമാക്കിയിരുന്നു. അവർ ഇങ്ങനെയായിരുന്നു അതിലെഴുതിയിരുന്നത്: എനിക്കെന്റെ സഹോദരന്മാരിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. ജയിലിൽ കഴിയുന്ന സ്ത്രീകളെ അവരുടെ സഹോദരന്മാർ വന്നു കണ്ട് ആശ്വസിപ്പിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്റെ സഹോദരന്മാർ സ്വാർത്ഥമതികളായിപ്പോയി. ഒരു കത്തെങ്കിലും അയച്ചിരുന്നെങ്കിൽ എനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷമായിനെ. എന്റെ കുട്ടികളുടെ അച്ഛനും മൗനത്തിലാണ് എന്നായിരുന്നു ഇംഗ്ലീഷിൽ എഴുതിയ കത്തിൽ ഓമന പറഞ്ഞിരുന്നത്. കൊടൈക്കനാൽ പോലീസാണ് ഓമനയെ അറസ്റ്റ് ചെയ്തത്. ആദ്യം ഊട്ടി പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറി. 2002 ഫെബ്രുവരിയിൽ ക്രൈംബ്രാഞ്ച് കുറ്റാന്വേഷണ വിഭാഗം ഊട്ടി മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. എന്നാൽ ഇതിനിടെ തമിഴ്നാട് സെൻട്രൽ ജയിലിൽ നിന്ന് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ഓമന 2001 ജനുവരി 29 മുതൽ ഒളിവിൽ പോയി. ഇന്റർപോൾ വരെ തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. ആ ഒളിവ് ജീവിതം ഇപ്പോഴും തുടരുകയാണോ എന്നതിൽ വ്യക്തതയില്ല. അതിവിദഗ്ധമായി പോലീസിനെയും ഇന്റർപോളിനെയും പറ്റിച്ച് നമുക്ക് ചുറ്റും ചിലപ്പോൾ നമ്മളിൽ ഒരാളായി തന്നെ എവിടെയെങ്കിലും ഓമന ജീവിച്ചിരിപ്പുണ്ടായിരിക്കണം.